നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത്? We go for a speedboat travel. ഇന്ന് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ സീക്രട്ട് നമ്മൾ പോവാണ്. അവിടെ ചെന്നിട്ട് കാണാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്ലൂ കേവ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. ബൈ. ഇങ്ങനെ നമ്മുടെ മോണ്ടി ബേ ഹോട്ടലിനോട് നമ്മൾ വീട് പറഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തായിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യാണ്ട്, ഒരു 9 minutes ആണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ പ്രോപ്പർ കോട്ടോറിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ട്രാവൽസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 12 മണിയാകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇത് അവിടെ അടുത്തുള്ള ഓരോ കടകളാണ്. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്, ജസ്റ്റ് നമുക്കൊരു മെമ്മറി, ദാറ്റ്സ് ഓൾ. എന്തായാലും നല്ലൊരു സ്ഥലം. ഇത് എല്ലായിടത്തും മൗണ്ടൻസ് ആണ്, മൗണ്ടൻസ് അതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളുടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ഗൈഡ് വന്നായിരുന്നു. അപ്പോൾ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് 2 പേർക്ക് കൂടി 80 യൂറോയാണ് പറഞ്ഞത്. ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 30 ആക്കി. ഈ ബ്ലാക്ക് കളറിൽ ഡ്രസ്സ് ഇട്ടേക്കണതാണ് ഈ ബോട്ടിൻ്റെ ഓണർ. അതിൻ്റെ ഗ്രേ കളർ ഹുഡി ഇട്ടേക്കണതാണ് ക്രിസ്റ്റഫർ. പുള്ളിയാണ് നമ്മൾ ഇന്ന് ഈ സ്ഥലങ്ങളെല്ലാം കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാനും എൽദോയും ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഞാൻ ബാക്കിലായിരുന്നത്, അപ്പോൾ എൽദോ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. കാരണം നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് അതിനടുത്തിരിക്കാൻ പറ്റിയില്ല. നമ്മളങ്ങനെ പോവുകയാണ്. അങ്ങനെ പോണ വഴിക്ക് തുടങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ്, കുറച്ച് സീഗിൾസിനെ കണ്ടു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാരണം ചുറ്റും ഇങ്ങനെ മൗണ്ടൻസ്, പിന്നെ നമ്മുടെ സീ മുഴുവൻ ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലേഡി ഓഫ് റോക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും 10 minutes ആണ് നിർത്തുള്ളൂ. ആ 10 minutes-നുള്ളിൽ നിങ്ങൾ കണ്ടിട്ട് ഈ സെയിം സ്ഥലത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ലേഡി ഓഫ് റോക്സ്. ഇവിടെ ഒരു മാതാവിൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 ഫിഷർമാൻ ഒരു സീമാൻ അവർ ബോട്ടിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവരൊരു സ്റ്റോൺ കണ്ടു. ആ സ്റ്റോൺ മാതാവിൻ്റെ രൂപത്തിലുള്ളൊരു സ്റ്റോൺ ആയിരുന്നു. അപ്പോൾ അവർ ആ സ്റ്റോൺ വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 2 ബ്രദേഴ്സിൽ ഒരാൾക്ക് ഭയങ്കര സിക്കായി. അപ്പോൾ മറ്റേ ആൾ ഈ സ്റ്റോൺ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അയാൾ ഹീലായെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ തൊട്ട് അവർ ഫിഷിങ്ങിന് പോകുമ്പോഴത്തേക്കും അവർ ഈ സ്ഥലത്ത് കറക്റ്റ് എവിടെ നിന്നാണോ കല്ല് കിട്ടിയത് അവിടെ കൊണ്ടുവന്ന് ഓരോ കല്ല് ഇട്ടിട്ട് അങ്ങനെ ഒരു ഐലൻഡ് ആക്കി എന്നാണ് പറയുന്നത്. പലവരും പല സ്റ്റോറീസ് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇത് വേറൊരു ഐലൻഡാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട്, പിന്നെ ചിലത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതുമുണ്ട്. ഞങ്ങളോട് ഗൈഡ് പറഞ്ഞത് ലേഡി ഓഫ് റോക്സ് ഇത് കുറേ കാണാനുണ്ട്, അപ്പോൾ നമുക്ക് മറ്റൊരിടത്തോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്തോളൂ ആ വഴി. ഞാനപ്പോൾ അതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഇതൊരു ചർച്ചാണ്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യമാണ്, ആ മാതാവിൻ്റെ ആ കല്ല് കെട്ടിയതിൻ്റെ ഒരിതിലാണ് ഇവരിത് ഫോളോ അപ്പ് ചെയ്യണത്. അങ്ങനെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഇതാണ് പുരാതനമായ മാതാവിൻ്റെ ആ ഫോട്ടോ. ആ കല്ലിൽ നിന്ന് പകർത്തി പെയിൻറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഏതോ വലിയൊരു പെയിൻറ്ററാണ്. 1000-കണക്കിന് ഫോട്ടോസ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അകത്ത് കയറണമെങ്കിലൊക്കെ അവർ ക്യാഷ് ചോദിച്ചു. പിന്നെ നമുക്ക് 10 minutes ഫുൾ കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെയുള്ള ലേഡി തന്നെ പറഞ്ഞു നല്ല സമയം വേണം, അതുകൊണ്ട് 10 minutes നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത്. എന്താ പറയുക, ബ്യൂട്ടിഫുൾ കൺട്രി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല മൗണ്ടൻസ്, ചുറ്റും മൗണ്ടൻസ്. ഇത്രയും മൗണ്ടൻസ് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ലേഡി ഓഫ് റോക്സ്, മസ്റ്റ് വിസിറ്റ് ആണ്. നമ്മളൊരു ബോട്ട് റൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കവർ ചെയ്യും. താങ്ക് യു.